പിന്നെ ഇവിടെ ഓട്ടോ എന്ന് പറയുന്നൊരു സ്വിച്ച് വരുന്നുണ്ട്. അത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഓട്ടോയിലൊന്ന് പ്രസ് ചെയ്യുകയാണ്. അന്നേരം എന്താ സംഭവിക്കുന്നത് എന്നുള്ള എല്ലാവരും ശ്രദ്ധിക്കുക. ഓട്ടോ പ്രസ് ചെയ്തപ്പോൾ ഇവിടെ തൊട്ട് താഴെ ഓട്ടോ എന്ന് എഴുതി കാണിക്കുകയും ചെയ്തു. ഹായ്, നമസ്കാരം. ഞാൻ രാകേഷ് എം ജി. അപ്പം ഞാൻ ഇന്നിപ്പം നമ്മുടെ സിമ്പിൾ ടിപ്സിലേക്ക് വേണ്ടി ഒരു ചെറിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അതായത് പലർക്കും സംശയമുള്ളൊരു കാര്യമാണ് ഓട്ടോ ക്ലൈമറ്റ് AC അല്ലെങ്കിൽ ഓട്ടോ AC യുടെ വർക്കിംഗ് എങ്ങനെയാണ്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. കാരണം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, എവിടെയെങ്കിലുമൊക്കെ പിടിച്ചു നിൽക്കും, ശരിയാക്കും എന്നൊക്കെ ഉള്ള രീതിയിലാണ് എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അപ്പം അറിയാവുന്നവർക്ക് അത് ഓക്കെ, സ്കിപ്പ് ചെയ്ത് വിട്ടോളൂ. അറിയാത്തവർ ഇത് കംപ്ലീറ്റ് വീഡിയോ കാണുക. ചെറിയ രീതിയേ ഉള്ളൂ, പക്ഷേ അത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എല്ലാവർക്കും മനസ്സിലാക്കുന്ന രീതിക്ക്, കാരണം മിസ്റ്റ് കളയേണ്ടത് എങ്ങനെയാണ്, റിയർ ഫോഗർ വർക്ക് ചെയ്യുന്നതിൻ്റെ കാര്യം, എങ്ങനെയൊക്കെ അതിൻ്റെ മിസ്റ്റ് കളയാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഞാൻ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നു. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജി. ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും നമ്മുടെ ഓട്ടോ AC യുടെ ഒരു ഡിസ്പ്ലേ യൂണിറ്റ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന പോലെ ഈ കൊടുത്തിരിക്കുന്ന ഒരു കാറിൻ്റെ പടം എല്ലാവർക്കും കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കൊടുത്തിരിക്കുന്ന ഒരു കാറിൻ്റെ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനം ഇൻറ്റേർണൽ സർക്കുലേഷൻ ആണെന്നാണ് കാണിക്കുന്നത്. ഇൻറ്റേർണൽ സർക്കുലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് അകത്തുള്ള എയർ തന്നെയാണ് നമുക്ക് പിന്നെ സർക്കുലേറ്റ് ചെയ്ത് തരുന്നത്. അങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് തരുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൽ നമുക്ക് നല്ല രീതിക്ക് തണുപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അതായത് നല്ല ചൂടുള്ള സമയത്ത് പുറത്തുനിന്നുള്ള ചൂടുള്ള എയർ എടുക്കാതെ അകത്തെ കോൾഡായിട്ടുള്ള എയർ തന്നെ സർക്കുലേറ്റ് ചെയ്ത് തരുന്നുള്ളതുകൊണ്ട് നമുക്ക് കോൾഡ് എയറിൻ്റെ പ്രസൻസ് നന്നായിട്ട് കിട്ടും. നമുക്ക് ആ ഇൻറ്റേർണൽ സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ ഇൻറ്റേർണൽ സർക്കുലേഷൻ മാറ്റി ഇപ്പം നമുക്ക് ഔട്ട്സൈഡ് സർക്കുലേഷൻ ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്സൈഡ് സർക്കുലേഷൻ ആക്കാൻ സാധിക്കും. അതായത് പുറത്തുനിന്നുള്ള എയർ വേണമെങ്കിൽ, അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ അകത്തിപ്പം നല്ല രീതിക്ക് തണുപ്പാണ്, പുറത്ത് നല്ല രീതിക്ക് ചൂടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സർക്കുലേഷൻ ഇൻറ്റേർണൽ സർക്കുലേഷൻ തന്നെ ഇടുന്നതായിരിക്കും നല്ലത്. കാരണം ഔട്ട്സൈഡ് സർക്കുലേഷൻ ഇട്ടാൽ പുറത്തുനിന്നുള്ള കാറ്റ്, അതായത് ചൂട് കൂടുതൽ അകത്തോട്ട് കയറി വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ വരുന്ന പ്രശ്നം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിക്ക് AC വർക്കിംഗ് കൂടും, മൈലേജ് കുറയും, അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ ഇതിനകത്ത് പിന്നെയും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ലത് നമ്മുടെ ഇൻറ്റേർണൽ സർക്കുലേഷൻ തന്നെ ഓടുന്നതാണ്. പിന്നെ മഴയുള്ള സമയത്ത് ഏറ്റവും കൂടുതൽ നല്ലത് നമ്മുടെ ഈ ഔട്ട്സൈഡ് സർക്കുലേഷൻ, ഞാൻ ഈ കാണിച്ചതുപോലെ നമ്മുടെ ഔട്ട്സൈഡ് സർക്കുലേഷൻ തന്നെ ഇടുന്നതാണ് ഏറ്റവും നല്ലത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് ഞാൻ പറയുന്നത് ഇവിടെ ഫ്രണ്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും. ഇവിടെ ഫ്രണ്ട് ഞാൻ ഒന്നുകൂടെ അടുപ്പിച്ച് കാണിച്ചു തരാം. ഈ ഫ്രണ്ട് എന്ന് എഴുതിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിലെ ഡീഫോഗറാണ് കാണിക്കുന്നത്. ഡീഫോഗർ എന്ന് ഉദ്ദേശിച്ചത് ഫ്രണ്ടിൽ ഏതെങ്കിലും രീതിക്ക് മിസ്റ്റ് പിടിക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ട്. അതായത് നമ്മൾ മഞ്ഞത്തൂടെ പോകുമ്പോഴും മഴയുള്ള സമയത്ത് പോകുമ്പോഴും ഏതെങ്കിലും രീതിക്ക് നമ്മുടെ ഫ്രണ്ടിൽ മിസ്റ്റ് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫ്രണ്ട് എന്ന് പറഞ്ഞ് ഈ മോഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുമായിരിക്കും ഇവിടെ മോഡ് ചേഞ്ച് ഉണ്ടായിരിക്കുന്നത്. ഈ മോഡ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഔട്ട്സൈഡിലെ സർക്കുലേഷൻ, അതായത് ഞാനിപ്പം ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഇൻറ്റേർണൽ സർക്കുലേഷൻ സാധാരണ കിടക്കുന്ന രീതിക്ക് തന്നെ ഇടുകയാണ്. ഞാൻ ഫ്രണ്ട് ഓൺ ആക്കി. അപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും അകത്ത്, അതായത് പുറത്തുനിന്നുള്ള എയർ അകത്തോട്ട് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ കാണിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുറത്തുനിന്നുള്ള ടെമ്പറേച്ചർ അകത്തോട്ട് കയറി രണ്ടും കൂടെ ഒന്നിച്ച് മെയിൻറ്റെയിൻ ചെയ്യാനാണ്. കാരണം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമുള്ള മിസ്റ്റ് പോകത്തുള്ളൂ. കാരണം ഈ മിസ്റ്റ് വരുന്നത് അകത്ത് ചൂട് കൂടുതൽ അല്ലെങ്കിൽ തണുപ്പ് കൂടുതലും പുറത്ത് ടെമ്പറേച്ചർ കൂടുതലാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിക്ക് ഈ മിസ്റ്റ് അകത്ത് പിടിക്കുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഫ്രണ്ട് ഓൺ ആക്കി കഴിഞ്ഞിട്ട് ഇത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫ്രണ്ടിലോട്ടുള്ള ഗ്ലാസ്സിലോട്ട് ഇപ്പോൾ തണുപ്പ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ആ മിസ്റ്റ് പോകും. അപ്പോൾ ആ ഒരു രീതിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു കാര്യം കൊടുത്തിരിക്കുന്നത്. ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞ് നമുക്കിനിയിപ്പോൾ നെക്സ്റ്റ് നമുക്ക് വരുന്ന റിയർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇവിടെ കാണാൻ സാധിക്കുമായിരിക്കും. ഈ റിയർ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മൾ റിയർ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിലോട്ടുള്ള, അതായത് നമ്മുടെ റിയർ വ്യൂ മിററിനകത്ത് വരുന്ന ഡീഫോഗേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഹീറ്റ് ആകും. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ റിയറിൻ്റെ ലൈറ്റ് നമുക്ക് സിമ്പൽ ഓൺ ആക്കുന്നതും. പിന്നെ ഇൻറ്റേർണൽ സർക്കുലേഷൻ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും. അതായത് ഇൻറ്റേർണലായിട്ട് തന്നെ സർക്കുലേറ്റ് ചെയ്യത്തുള്ളൂ. അതും ഞാനിപ്പോൾ എല്ലാവർക്കും ഒന്ന് പറഞ്ഞത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ ഈ ഓട്ടോമാറ്റിക് വാഹനങ്ങൾ കയറി കഴിയുമ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ എങ്ങനെ സെറ്റ് ചെയ്യുന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. അതായത് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ 2 ആരോസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ TEMP എന്ന് എഴുതിയിട്ടുണ്ട്. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ബട്ടൺ. ഈ ബട്ടണിൽ ഈ മേളിലോട്ടുള്ള റെഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ടെമ്പറേച്ചർ കൂട്ടാൻ വേണ്ടിയാണ്. അതായത് ലോ എന്ന് കൊടുക്കുന്നത് ബിലോ 18 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് നമ്മൾ ഓരോ പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ ഇപ്പോൾ 18 ആയി. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന പോലെ 18.5, 19, 19.5, 20, 20.5 ഡിഗ്രി സെൽഷ്യസിലാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഫാരൻഹൈറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പം ഡിഗ്രി സെൽഷ്യസിലാണ് ഇതിപ്പോൾ കിടക്കുന്നത്. അപ്പോൾ ആ രീതിക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ രാത്രി യാത്ര ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ലത് ലോ കിടക്കുന്നതിൽ കഴിഞ്ഞും ഒരു ഏകദേശം ഒരു 20 അല്ലെങ്കിൽ ഒരു 22
ടു 25 നിൽക്കുന്ന രീതിക്ക് ടെമ്പറേച്ചർ എടുക്കുന്നത് നല്ലത്. നമുക്കതിന് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിനകത്ത് ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇപ്പോൾ കാണാൻ സാധിക്കുമായിരിക്കും. ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട് 32 ഡിഗ്രി സെൽഷ്യസ് ആണ് ഔട്ട്സൈഡ് ടെമ്പറേച്ചർ നമ്മുടെ വാഹനത്തിൽ കാണിക്കുന്നത്. അങ്ങനെ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ കിടക്കുന്നതിൻ്റെ ആ ഒരു റേഞ്ചിൽ നമ്മൾ അകത്ത് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം ഒത്തിരി തണുപ്പും ഉണ്ടാകത്തില്ല, എന്നൊരു മോഡറേറ്റ് ക്ലൈമറ്റ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ 30 കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു 25 ഒക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലതാണ്. നല്ല രീതിക്കുള്ള ഒരു ടെമ്പറേച്ചർ തന്നെ നമുക്ക് പോകാൻ സാധിക്കും. എവിടെയെങ്കിലും ചെന്ന് നമ്മൾ പുറത്തിറങ്ങുകയാണ്, നമ്മൾ സ്പെക്സ് ഒക്കെ ഇടുന്ന ആൾക്കാർ, ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളമാണ് ഞാൻ പറയുന്നത്. എനിക്കൊക്കെ സ്പെക്സ് വെക്കുന്നുള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് അത് മഞ്ഞ് പിടിക്കുന്നുണ്ട്. അപ്പോൾ അത് വരുന്നതിൻ്റെ ഒരു പ്രശ്നം ഞാൻ ഈ പറഞ്ഞതുപോലെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നതിൻ്റെ പ്രോബ്ലം കൊണ്ടാണ്. അപ്പം ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്ന എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ വാഹനത്തിനകത്ത് എത്ര നേരം AC വർക്ക് ചെയ്യണം. ഈ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് നമ്മുടെ റേഡിയേറ്ററിൻ്റെ ഹീറ്റ് തന്നെയാണ് അകത്തോട്ട് കയറി വരുന്നത്. അതൊരു പ്രശ്നമില്ല. അപ്പം കറക്റ്റ് ടെമ്പറേച്ചറിൽ അങ്ങ് പൊക്കോളും. ഞാനിപ്പോൾ അതുകൊണ്ട് ഒരു 27 ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും ടോപ്പ് ഹീറ്റ് വരുന്നത് 32 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ഹീറ്റ് വരുന്നത്. അപ്പോൾ അത് ഞാൻ മാറ്റി പിന്നെ പഴയതുപോലെ ആക്കുകയാണ്, ഏറ്റവും ലോ ആക്കുകയാണ്. എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന പോലെ ഞാനത് തിരിച്ച് നമ്മുടെ 18 തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ലോ തന്നെ ഇട്ടു. പിന്നെ ഇവിടെ ഓട്ടോ എന്ന് പറയുന്നൊരു സ്വിച്ച് വരുന്നുണ്ട്. അത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഓട്ടോയിലൊന്ന് പ്രസ് ചെയ്യുകയാണ്. അന്നേരം എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിക്കുക. ഓട്ടോ പ്രസ് ചെയ്തപ്പോൾ ഇവിടെ തൊട്ട് താഴെ ഓട്ടോ എന്ന് എഴുതി കാണിക്കുകയും ചെയ്തു. നമ്മുടെ ഫാനിൻ്റെ സ്പീഡ് ഓട്ടോമാറ്റിക്കായിട്ട് കൂടാൻ തുടങ്ങി. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും, ഫാനിൻ്റെ സ്പീഡ് കൂടാൻ തുടങ്ങി. പക്ഷേ ഫാനിൻ്റെ സ്പീഡ് ഒരു മിഡിൽ വന്ന് നിൽക്കുകയാണ്. കണ്ടോ, ഇങ്ങനെ മിഡിൽ വന്ന് നിൽക്കുന്ന വേറൊന്നും കൊണ്ടല്ല, വാഹനത്തിനകത്ത് നമ്മുടെ ടെമ്പറേച്ചർ സെൻസർ ഉണ്ട് ഇൻറ്റേർണലായിട്ട്. അതായത് ഈ വാഹനത്തിനകത്തൊരു ടെമ്പറേച്ചർ സെൻസർ ഉണ്ട്. ആ സെൻസർ സെൻസ് ചെയ്യും എത്രത്തോളം തണുപ്പ് നമ്മുടെ വാഹനത്തിലുണ്ട്. അതായത് ഒരു സെൻട്രൽ പോർഷനിലാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെൻസർ ഇത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എത്രത്തോളം തണുപ്പുണ്ട്, ഒരു 18 അടുപ്പിച്ചുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്പീഡ് കുറച്ചുകൊണ്ടേ ഇരിക്കും. പിന്നെ എനിക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ പറ്റും. ഓട്ടോ മോഡിൽ എനിക്ക് സെറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ ഒരു 23 ഡിഗ്രി ഇട്ട് കഴിഞ്ഞാൽ ഫാനിൻ്റെ സ്പീഡ് ഓട്ടോമാറ്റിക്കായിട്ട് കുറയുന്ന ഇപ്പോൾ എല്ലാവർക്കും കാണാം. കാരണം 23 കഴിഞ്ഞ് കൂടുതൽ ഇതിനകത്ത് ടെമ്പറേച്ചർ ഉണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ ഫാനിൻ്റെ സ്പീഡ് കുറച്ച് അത് ഫ്ലോ കുറയ്ക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് കണ്ടോ, ഇപ്പോൾ എല്ലാവർക്കും കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ ടെമ്പറേച്ചർ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇത് ഫാനിൻ്റെ സ്പീഡ് കൂട്ടിക്കൊണ്ടിരിക്കും. ലോ ഇട്ട് കഴിഞ്ഞാൽ ഫുൾ സ്പീഡ് വരും. കാരണം നല്ല രീതിക്ക് ആ ഒരു തണുപ്പ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ടെമ്പറേച്ചർ ഒന്ന് കൂട്ടി ഒന്ന് സെറ്റ് ചെയ്തു. പിന്നെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഫാനിൻ്റെ സ്പീഡ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഫാനിൻ്റെ സ്പീഡിൻ്റെ ബട്ടൺ വരുന്നത്. ഇത് ഞാൻ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോ മോഡ് എന്ന് പറയുന്നൊരു മോഡ് അന്നേരം അങ്ങ് സ്റ്റോപ്പ് ആവും. കാരണം പിന്നെ ഓട്ടോ മോഡ് വർക്ക് ചെയ്യത്തില്ല. അന്നേരം അത് മാനുവൽ മോഡിലോട്ട് മാറി. കാരണം ഫാനിൻ്റെ സ്പീഡാണ് നമ്മൾ ഇതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫാനിൻ്റെ സ്പീഡ് കട്ടായി നമുക്ക് ഇനിയിപ്പം നോർമൽ രീതിക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിക്കുള്ള ടെമ്പറേച്ചറും ഫാനിൻ്റെ സ്പീഡും നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതിനാണ് ഈ ഫാനിൻ്റെ സ്പീഡ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ മോഡ് ബട്ടൺ എന്ന് പറഞ്ഞൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. മോഡ് എന്ന് ഉദ്ദേശിക്കുന്ന നമ്മുടെ എയർ ഫ്ലോ എങ്ങോട്ട് വേണമെന്നുള്ളത്. ഇപ്പം നമുക്ക് നേരെ കാണാൻ സാധിക്കും നമ്മുടെ മുഖത്തിൻ്റെ ഭാഗത്തോട്ട്, അല്ലെങ്കിൽ നമുക്ക് നേരെ ഫ്രണ്ടിൽ ഫേസ് ചെയ്യുന്നത് നമ്മുടെ ഫേസിൻ്റെ ഭാഗത്തോട്ടായിരിക്കും വരുന്നത്. ഒന്നുകൂടെ മോഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലും നമ്മുടെ കാലിലോട്ടും അത് വരുന്നുണ്ടെന്നുള്ളത് വ്യക്തമായിട്ട് എല്ലാവർക്കും കാണാൻ സാധിക്കും. നമ്മൾ ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കാലിലേക്ക് വേണ്ടി മാത്രം, ഫ്രണ്ടിലോട്ടുള്ള സർക്കുലേഷൻ എല്ലാം ക്യാൻസൽ ചെയ്യും അത്. പിന്നെ ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡീഫോഗറാണ് വരുന്നത്. അതായത് ഫ്രണ്ടിലോട്ടുള്ള അതും പിന്നെ താഴോട്ടും നമ്മുടെ കാലിലോട്ടും ഈ 2 പൊസിഷനും വരുന്നുണ്ട്. ഇത് പിന്നെ തിരിച്ച് നമ്മൾ ആ പഴയ കണ്ടീഷൻ നമ്മുടെ ഫേസിലോട്ട് തന്നെ. ഇത്രയും മോഡ്സ് ആണ് ഇതിന് വരുന്നത്. പിന്നെ ഒരു ഓഫ് ബട്ടൺ, ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓഫ് ആകുകയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ചെറിയൊരു കാര്യം എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ഇടേണ്ടതാണ്. എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഷുവറായിട്ട് അത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.